എല്ലാ കുട്ടികൾക്കും ചെറിയ പ്രായത്തിലെ ലക്ഷ്യബോധമൊന്നും ഉണ്ടാവണമെന്ന് പേരൻസ് വാശി പിടിക്കരുത്. സ്കൂളിലും നിനക്ക് ആരാകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ റെഡിമെയ്ഡ് ആൻസർ തരുന്ന കുട്ടികളൊക്കെ എന്തോ ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ ടീച്ചേഴ്സൊക്കെ ധരിക്കുന്നത് വളരെ അബദ്ധമായ ധാരണയാണ്. ചെറിയ പ്രായത്തിൽ വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ വാണ്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന, എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന, തോൽക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വളരെ വലിയ കരിയറുകളും വലിയ സാധ്യതകളും ഒക്കെയായി ലോകത്ത് മാറുന്നത്. ലോകത്തിൽ വലിയ നേതാക്കന്മാരും വളരെ മിടുക്കരുമൊക്കെ ആയിത്തീർന്ന പലരും ആദ്യകാലത്തൊക്കെ ഒരുപാട് സ്ട്രഗിളുകളിലൂടെയൊക്കെ കടന്നുപോയവരാണ്. അതുപോലെ തന്നെ പലതരത്തിൽ മാനസികമായിട്ടും വൈകാരികമായിട്ടുമൊക്കെ ലോ ഫീലിംഗ് അല്ലെങ്കിൽ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന പല ആൾക്കാരിലും അവർക്ക് പെട്ടെന്നൊരു ലക്ഷ്യബോധമൊന്നും ഉണ്ടായെന്ന് വരില്ല. പേരൻറ്റിങ്ങിലെ എററുകൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ചലനം പല കുട്ടികൾക്കും സാധ്യമാകില്ല. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, കുട്ടികൾ അനുഭവിക്കുന്ന സ്കൂളിലെയൊക്കെ പല പ്രശ്നങ്ങളും അവരെ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്കൊക്കെ വരാൻ ബുദ്ധിമുട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് വരും. കുട്ടികൾ ലക്ഷ്യബോധമൊന്നും ഇല്ലെന്നും പറഞ്ഞ് അവരെ താരതമ്യപ്പെടുത്തുകയും അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, എന്തെല്ലാം കൊടുത്താൽ അവർ കുറേ കൂടെ ആക്റ്റീവ് ആകും, അവരെ കൂടുതൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യിക്കാം, കൂടുതൽ എങ്ങനെ ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സാറേ, മൂത്തവന് ഒരു 10ാം ക്ലാസ് ആയപ്പോഴേ അവന് നല്ല ലക്ഷ്യബോധമായിരുന്നു. അവൻ എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ വളരെ ക്ലിയറായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തവൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അവന് ഒരു ലക്ഷ്യബോധവും ഇല്ല. അവൻ എന്താണ് വേണ്ടതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഞങ്ങൾ ആ കൂടെ കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവൻ്റെ ഭാവി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം മാതാപിതാക്കൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ വളരെ കൃത്യമായി ഇതിനൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ കുട്ടികളും 15 വയസ്സിലോ 16 വയസ്സിലോ 18 വയസ്സിലോ ഒന്നും ഒരു ലക്ഷ്യബോധം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള നമുക്കങ്ങനെ നിർബന്ധമുള്ളതാണ് ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളിലും അങ്ങനെ 15 വയസ്സിൽ വലിയ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവുന്നത് കൊണ്ട് വലിയ ഗുണവുമില്ല. കാരണം ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കാര്യം പറയാം. വളരെ ചെറിയ പ്രായത്തിലെ എനിക്ക് കൃത്യമായിട്ട് ഇതാവണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച പല കുട്ടികളും ഒരു 10 വർഷത്തിന് ശേഷം അവർ എടുത്ത തീരുമാനങ്ങളിൽ റിഗ്രറ്റ് ചെയ്യുകയും അവർ എടുത്ത തീരുമാനങ്ങൾ വളരെ അപക്വമായി പോയെന്നും അല്ലെങ്കിൽ അവരതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാതെയാണ് എടുത്തതെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്. എനിക്കറിയാവുന്നൊരു ഡോക്ടർ, വളരെ അറിയപ്പെടുന്ന ഡോക്ടർ തന്നെയാണ്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, സാറേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു ഒരു ഡോക്ടറാകുക എന്നുള്ളത്. നാട്ടുകാർക്ക് ഞാൻ മിടുക്കനായ ഡോക്ടറാണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ സന്തോഷം അനുഭവിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേറെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സൊസൈറ്റൽ പ്രഷറിലാണ് ആ മെഡിസിൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പുറകിന് പോയത്. ഇന്നും ഒരു സൊസൈറ്റൽ പ്രഷറിൻ്റെ പേരിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹം എൻജോയ് ചെയ്യുന്നില്ലെന്നുള്ളത് വേറൊരു വാസ്തവം. ഇങ്ങനെ പല ആൾക്കാരും അവരവരെ എടുത്തതിലൊക്കെ പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 15 വയസ്സിൽ ലക്ഷ്യബോധമുള്ളവരെല്ലാം മിടുക്കരാണ്. ശരിയാണ്, മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യബോധവും, കുട്ടികളങ്ങ് സ്വിച്ചിട്ടതുപോലെ പഠിക്കുകയും കുട്ടികളെല്ലാം സ്വിച്ചിട്ടതുപോലെ റാങ്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്താൽ പേരൻസ് ഹാപ്പിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അതൊന്നും ഒരു പേരൻറ്റിങ്ങിൻ്റെ ഒരു ധന്യതയെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഒരു പേരൻറ്റിങ്ങിൻ്റെ ധന്യത എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊന്നും ലക്ഷ്യമൊന്നും വയ്ക്കാത്ത കുട്ടികളെയും, അങ്ങനെയൊന്നും വലിയ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാത്ത കുട്ടികളെയും, അങ്ങനെയൊന്നും ഒരു ഉത്സാഹം കാണിക്കാത്ത കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ആ കുട്ടിയെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന പേരൻസിനെയാണ് ഞാൻ റിയൽ പേരൻസ് എന്ന് പറയുന്നത്. അവിടെയാണല്ലോ ഒരു പേരൻറ്റിങ്ങിൻ്റെ നീഡ് പോലും വരുന്നത്. ഒരു കുട്ടിക്കൊരു പ്രശ്നമില്ലെങ്കിൽ അവിടെ ഒരു പേരൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു കുട്ടിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെയാണ് ഒരു പേരൻറ്റിന് കൂടുതലായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ പോലും ഉള്ളത്. അവിടെ നമുക്ക് ആരോഗ്യപരമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ? എൻ്റെ മകനെ ഒരു ലക്ഷ്യത്തിലേക്കും ഒരു കാര്യപ്രാപ്തിയിലേക്കും ഉത്സാഹത്തിലേക്കും ഒക്കെ നയിക്കാൻ എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും? എവിടെയാണ് എനിക്കൊരു കറക്ഷൻ ഈ കാര്യത്തിൽ വരുത്തേണ്ടത്? എൻ്റെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും വരുത്തേണ്ടതായിട്ടുണ്ടോ? ഒന്നാമത്തെ ഒരു കാര്യം, ഒരു പേരൻ്റ് പറയുകയാണ് മൂത്ത മോന് എല്ലാം ഓക്കെ ആയിരുന്നു, ഇവൻ ഓക്കെ അല്ല എന്ന് ആ കുട്ടികൾക്ക് പറയുമ്പോൾ തന്നെ ആ കുട്ടി എത്ര മോട്ടിവേറ്റഡ് ആകാനാണ്? ആ താരതമ്യം തന്നെ വളരെ തെറ്റല്ലേ?
മൂത്ത കുട്ടിക്ക് ലക്ഷ്യമുണ്ടായി, ആ ലക്ഷ്യത്തിൻ്റെ പുറകിന് പോയി അത് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുട്ടിയെ ആ കുട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് തന്നെ വളരെ മോശമായൊരു കാര്യമാണ്. ആ താരതമ്യം കേൾക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയിലൊരു വിലയുണ്ടാവും, ആ കുട്ടിയോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, ആ കുട്ടിക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവും, ഒരു ആത്മവിശ്വാസമോ ആത്മാഭിമാനമോ ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. അവിടെയാണ് വാസ്തവം. എന്നാൽ മൂത്ത കുട്ടി അങ്ങനെയായിരുന്നു, ഈ കുട്ടി ഇങ്ങനെയാണ്. ഈ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഈ കുട്ടി ഏത് കുട്ടിയെയും ആ കുട്ടിയുടെ നിലയിൽ, അതിൻ്റെ അവസ്ഥയിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് കരുത്തുണ്ടോ? അപ്പോൾ അതിലൊരു കുട്ടി അമ്മയുടെ ജെനറ്റിക്സ് കിട്ടിയതായിരിക്കും, ഒരു കുട്ടി അച്ഛൻ്റെ ജെനറ്റിക്സ് കിട്ടിയതായിരിക്കും. ഈ അച്ഛനും അമ്മയൊക്കെ ആലോചിക്കുന്നുണ്ടോ അവർക്കൊക്കെ ലക്ഷ്യബോധം വന്നത് എന്നാ? അവർക്കൊന്നും ഒരു ലക്ഷ്യബോധവും ഇല്ലായിരുന്നു. അവരൊക്കെ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ആയി ഇച്ചിരി പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം സ്വിച്ച് ഇട്ടതുപോലെ കറക്റ്റായിട്ട് ലക്ഷ്യബോധവും പഠിത്തവും റാങ്കും എൻട്രൻസ് പരീക്ഷ ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം. ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനവും നമുക്കുണ്ട്. മനസ്സിലായില്ലേ? ടീച്ചർമാരും പറയുന്ന ചിലരൊക്കെയാണ്. അപ്പോൾ അവന് 10ാം ക്ലാസ് ആയിട്ടും അവനൊരു ഉത്തരവാദിത്വ ബോധമില്ല. 15 വയസ്സിൽ ഒരു കുട്ടിക്ക് വലിയ ഉത്തരവാദിത്വ ബോധമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ളതൊക്കെ മതി. ഓരോ പ്രായത്തിനും അനുസരിച്ച് ആ പ്രായത്തിൻ്റെ ധന്യതയെ എൻജോയ് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയണം. ഒരു 14 വയസ്സും 15 വയസ്സും 18 വയസ്സും ഒക്കെ എൻജോയ് ചെയ്യാത്തൊരു കുട്ടി വളർന്നു വന്നാൽ അവൻ ഇനി എന്തായാലും അവസാനം ഒരു ദുരന്തമായിരിക്കും. നമ്മൾ കണ്ടതല്ലേ, 15 റോൾസ് റോയ്സിന് പോലും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് റോൾസ് റോയ്സൊന്നും ഉണ്ടായതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടില്ല. നല്ല മെൻ്റൽ ഹെൽത്തും നല്ല ഇമോഷണൽ ഹെൽത്തും നല്ല ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒരു താങ്ക്ഫുൾനെസ്സും അതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണോ? നല്ല സുഹൃത്തുക്കളെ നമുക്ക് എത്ര പേർക്കുണ്ട്? ഇതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമോ? 24 മണിക്കൂറും കൂട്ടുകാരുടെ കൂടെ നടക്കുകയാണെന്നൊക്കെ ചില കുട്ടികളെ ആക്ഷേപിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമുക്ക് നല്ല കൂട്ടുകാരില്ല, അതാണ് നമ്മുടെ ദുരന്തം. അതുകൊണ്ടാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാകാത്തത്. കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ അതൊക്കെ വലിയ അസറ്റാണ്. നമുക്കൊരു ക്രൈസിസോ പ്രതിസന്ധിയൊക്കെ വരുമ്പോഴാണ് ആ കൂട്ടുകാരുടെയൊക്കെ മഹത്വം എന്താണെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായി വളർന്നു വരട്ടെ. എല്ലാ കുട്ടികൾക്കും 15 വയസ്സിലൊന്നും ലക്ഷ്യമൊന്നും വേണ്ട. ഒരു കരിയർ ഗൈഡ് എന്ന നിലയിൽ ഞാൻ ക്ലിയറായിട്ട് പറയും, ഈ നേരത്തെ ലക്ഷ്യം വെച്ച് കണ്ണും അടച്ച് ഓരോന്നിൻ്റെ പുറകിന് പോയ കുട്ടികളാണ് പിന്നീട് ഒരുപാട് സഫർ ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ചില കുട്ടികൾക്ക് ലക്ഷ്യബോധമൊന്നും പെട്ടെന്നുണ്ടാവില്ല. എല്ലാ പൂക്കളും 4 മണിക്ക് പൂക്കത്തൊന്നുമില്ല. എല്ലാ ചെടികളും 3 മാസം കൊണ്ട് കായ്ക്കത്തൊന്നുമില്ല. ഓരോന്നിനും അതിൻ്റേതായ ടൈമുണ്ട്. ഒരു കുട്ടിക്ക് ലക്ഷ്യം ഒന്നും പെട്ടെന്ന് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവനൊന്നിനും കൊള്ളാത്തവനാണെന്നല്ല. അവനെ കുറേ കൂടി യുക്തിപരമായി എക്സ്പ്ലോർ ചെയ്യുന്നവനാണ്. അല്ലെങ്കിൽ അവന് ഇച്ചിരി എനർജി കുറവാണ്, അവനൊരു എന്തൂസിയാസവും സ്പിരിറ്റ് സന്തോഷവും കുറവാണ്, അവന് പേരൻറ്റുമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തവനാണ്. ഒരുപക്ഷേ ഇതൊരു റിയാക്ഷൻ പോലും ആയിരിക്കും. ഞാൻ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്തവനാണെന്നൊരു റിയാക്ഷനായിരിക്കും. അതെന്താണ്? നമ്മുടെ എന്തോ ആക്ഷനോടുള്ള ആ കുട്ടിയുടെ ഒരു റിയാക്ഷനായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ആ കുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യും, കുറച്ചുകൂടെ വാല്യുബിളാക്കുകയും അവനെ കൊള്ളാം നിനക്ക്. ഒരു കുട്ടിക്ക് ലക്ഷ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് പകരം ആ കുട്ടിക്കുള്ള അസറ്റ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൂടെ? ആ കുട്ടിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു നല്ല കരിയറിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. ഇഫ് യു പുട്ട് ദാറ്റ് ഇൻ ടു കറക്റ്റ് പ്ലേസസ് ഇറ്റ് വിൽ മേക്ക് എ ഗുഡ് കരിയർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓരോന്നും അടുക്കി വെച്ചാൽ അത് തന്നെ ഒരു വലിയ സാധ്യതയായി മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ പേരൻസിൻ്റെ വലിയൊരു കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നേരത്തെ അപ്ലൈ ചെയ്യണം, പരീക്ഷകളെല്ലാം നേരത്തെ വരുന്നു, ഈ കുട്ടിയൊന്നും പറയുന്നില്ല. ഈ പറയുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രീമിയം കോളേജുകളിലും എല്ലാം പോയവരെല്ലാം വലിയ മിടുക്കരായോ? അവരെല്ലാം വലിയ ലോകത്തൊക്കെ വലിയ സംഭാവനകൾ നൽകുന്നവരാണോ? അവരുടെയൊക്കെ ജീവിതത്തിൽ അവരെല്ലാം ഹാപ്പിയാണോ? ഒന്ന് അന്വേഷിച്ച് നോക്കി. നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ കണക്കൊക്കെ ഒന്ന് എടുത്തു നോക്കി. ഈ കൂടിയ ആൾക്കാരൊക്കെയാണെന്ന് കൂടിയ രോഗങ്ങളുമായിട്ട് അവരുടെയൊക്കെ അടുത്ത് ചെല്ലുന്നത്. കുറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും കുറച്ചുകൂടെ സാമൂഹിക ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും അയൽപക്കവും കുറച്ചുകൂടെ മനുഷ്യരായി അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പല പ്രമുഖരായ ആൾക്കാർക്ക് ഒരു നല്ല സുഹൃത്തില്ല. അവർക്ക് മനുഷ്യരെ പേടിയാണ്. അവർ അനാവശ്യമായ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. പിന്നെ പേരൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസ് ഹാപ്പി അല്ലെങ്കിൽ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്യും. എന്നാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള, നന്ദിയുള്ള, സ്നേഹമുള്ള, താങ്ക്ഫുള്ളായിട്ടുള്ള പേരൻസ് കുറേ കൂടെ റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളോട് ഇടപെടാമെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കും, അവർക്ക് സാവധാനം അവരെ കണ്ടെത്താനുള്ള അവസരങ്ങൾ കൊടുക്കും.
അവർ ജോബ് ഈസ് ടു ഹെൽപ്പ് ദം ഡിസ്കവർ ദംസെൽസ്. ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊന്നും ഈ മേഖലയിലേക്ക് നേരിട്ടങ്ങ് ലക്ഷ്യബോധം വെച്ച് കയറി വന്നതൊന്നുമല്ല. വളരെയധികം യാത്രകൾ നടത്തി, വളരെയധികം അന്വേഷണങ്ങൾ നടത്തി, പതുക്കെ നമ്മളെ കണ്ടെത്തിയവരാണ്. അതൊക്കെ ഒരുപാട് സമയമെടുത്തു എന്നും പറഞ്ഞ് ആ സമയമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുകയൊന്നുമല്ല. നമ്മൾ ആ സമയമൊക്കെ പലതും ചെയ്താണ് നമ്മൾ അവസാനം ഓരോന്നിലൊക്കെ എത്തുന്നത്. ആ എത്തിയ സ്ഥലവും പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല. വീണ്ടും യാത്രകൾ തുടരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേരൻസ് എല്ലാം എന്തോ കംപ്ലീറ്റ് വലിയ ആൾക്കാരാണ്. ഒരു ജോലി കിട്ടി കുറച്ച് ശമ്പളമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഭയങ്കര കംപ്ലീറ്റ് ആണെന്ന്, കുട്ടികളൊക്കെ വളരെ മോശമാണ്, അങ്ങനെ ചിന്തിക്കാതെ അവർക്കും എക്സ്പ്ലോർ ചെയ്യാനും അവർക്കും എക്സ്പെരിമെൻ്റ് ചെയ്യാനും അവർക്കും ഒന്ന് ഫെയിൽ ചെയ്യാനും എഴുന്നേറ്റ് വരാനും ഒക്കെയുള്ള സാവകാശം കൊടുക്കുക. ആ സാവകാശത്തിലൂടെ കണ്ടെത്തി പൂർണ്ണതയിലേക്ക് വരുന്നവരാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കുന്നതെല്ലാം പതുക്കെ എക്സ്പ്ലോർ ചെയ്തും എക്സ്പെരിമെൻ്റ് ചെയ്തും ഫെയിൽ ചെയ്തും സ്ട്രഗിൾ ചെയ്തും ഒക്കെ വന്നവരാണ്. പലപ്പോഴും ഒരു തോൽവി പോലും ഇല്ലാതെ നേരെ അങ്ങ് വന്ന് ഫിനിഷായ പലതുമാണ് പിന്നീട് വലിയ ദാരിദ്ര്യവും വലിയ ദുരന്തവുമായി മാറിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു തോൽവിയില്ലാതെ വന്ന ഒരാളുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ ഹൃദയത്തിൽ സ്വന്തമായി വെടിവെച്ച് മരിച്ച മനുഷ്യൻ. ഒരു തോൽവിയില്ലാതെ വന്ന ആളാണ്. തോൽവികളെ ഉണ്ടായിട്ടില്ല, അവസാനം വെടിവെച്ച് തീർന്നു. തോൽവികൾ വേണം, പരാജയങ്ങൾ വേണം, പ്രശ്നങ്ങൾ വേണം, അതും കൂടെ ആവശ്യമാണ് ജീവിതത്തിൽ. നമ്മളങ്ങനെയുള്ള ഒരുപാട് കാണുന്നില്ലേ? തോൽവികൾ കുട്ടികൾക്കുണ്ടാവട്ടെ, പരാജയങ്ങളുണ്ടാകട്ടെ, തടസ്സങ്ങളുണ്ടാവട്ടെ, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിട്ട പോലെ വരുന്നതൊക്കെ നാച്ചുറലല്ല, അതൊന്നും നിലനിൽക്കത്തുമില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊരു ലക്ഷ്യം ഇല്ല എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട. ചെയ്യാവുന്നൊരു കാര്യം എന്താണ്, അങ്ങനെയുള്ള കുട്ടികളെ കുറച്ചുകൂടെ ജനറലായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സിന് പോകാനായിട്ട് അനുവദിക്കുക. എനിക്കറിയാവുന്ന ഒരു കുട്ടി, അവന് അത്ര ക്ലിയർ അല്ല അവൻ്റെ ലക്ഷ്യബോധം, ബട്ട് ഹി വാസ് വെരി ഗുഡ് ഇൻ മാത്സ്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ടേക്ക് മാത്സ്. മാത്സിന് ഭയങ്കര മാർക്കുണ്ടായിട്ടില്ല, പക്ഷേ അവനൊരു മാത്തമാറ്റിക്കൽ ക്വാളിറ്റി ഉണ്ട്. അവൻ മാത്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് കുറച്ചുകൂടെ വലിയ ലക്ഷ്യങ്ങളൊക്കെ വന്നു. അവന് ഡേറ്റാ സയൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അവൻ അതിൻ്റെ ഡേറ്റാ സയൻസിൻ്റെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഒരു ഡേറ്റാ സയൻസുമായി ബന്ധപ്പെട്ടൊരു കമ്പനിയിൽ ജോലി കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്നും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മായിട്ട് ബന്ധപ്പെട്ടൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയിലേക്ക് കയറി. വളരെ വെൽ പ്ലേസ്ഡ് ആയിട്ടെന്ന് അവന് ഡൽഹിയിൽ താമസിക്കുന്നു. വേറൊരു കുട്ടി ഇതുപോലെ തന്നെ വലിയ ലക്ഷ്യബോധമൊന്നുമില്ല. അവൻ ആ കൂടി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സുവോളജി എടുത്ത് പഠിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് എൻവയോൺമെൻറ്റൽ സയൻസിൽ താല്പര്യം വന്ന് എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ചു. അവന് 1-2 പേപ്പർ പ്രസൻറ്റേഷൻസൊക്കെ നടത്തിയതനുസരിച്ച് അവന് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി. അവൻ വിദേശത്ത് പോയി അവനിപ്പോൾ ഡോക്ടറൽ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കുട്ടികളുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ എല്ലാം വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളെ കോളേജിലേക്കൊക്കെ പറഞ്ഞു വിടുക. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം എടുത്ത് അവർ പഠിക്കട്ടെ. ആ കോളേജിൽ നല്ല കൂട്ടുകാരോടൊക്കെ പഠിക്കുമ്പോൾ, നല്ല പ്രൊഫസർമാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ആ ക്യാമ്പസിലെ ഡൈനാമിക്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദേ ഫൈൻഡ് ദംസെൽസ്. അതാണ് സംഭവിക്കുന്നത്. ആ യാത്രയ്ക്കുള്ള അവസരങ്ങൾ അവരെ കണക്ട് ചെയ്ത് വിടുക. മുമ്പോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കട്ടെ. എല്ലാവരും സ്വിച്ചിട്ടതുപോലെ ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം സംഭവിക്കണം എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്ക്, ചില കുട്ടികൾക്കൊക്കെ ലക്ഷ്യം ഇല്ലാത്തതിനൊക്കെ കാരണം അവരുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നതുകൊണ്ടും പേരൻസ് പലപ്പോഴും അവരെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് 24 മണിക്കൂർ ഉപദേശിക്കുന്നതുകൊണ്ടും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എപ്പോഴും അവരോട് തർക്കിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് പല കുട്ടികളും ഇൻഡിഫറൻ്റായിട്ടും എനർജി ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത്. അവിടെ പേരൻസിൻ്റെ ഭാഗത്ത് ഒരു കറക്ഷൻ വരുത്തണമെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ ചില സ്കൂളിംഗ് എന്നൊക്കെ പറയുന്നത് അങ്ങ് ഭയങ്കരമായിട്ട് നാഗിങ് ആണ്. 24 മണിക്കൂറും കുട്ടികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അവരെ മോശമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്കൂളിംഗ് സംവിധാനമൊക്കെ പല കുട്ടികളും കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആവുകയും എനർജി ഇല്ലാതാവുകയും അവർ വളരെ ഡള്ളാവുകയും അവർ ഇൻഡിഫറൻ്റ് ആവുകയും ഒക്കെ ചെയ്തെന്നിരിക്കുക. അതിന് കാരണം അവർ മാത്രമാണെന്ന് കരുതുന്നത് തന്നെ വളരെ അനാരോഗ്യപരമായ ഒരു അനാലിസിസാണ്. തീർച്ചയായിട്ടും പേരൻസിന് വരുത്തേണ്ട മാറ്റങ്ങൾ പേരൻസ് വരുത്തണം. കുറേ കൂടെ എഡ്യൂക്കേഷനിൽ ആണ് പ്രശ്നമെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് ഇടപെടണം. തീർച്ചയായിട്ടും അവർ എല്ലാ മനുഷ്യരെയും ചലിപ്പിക്കാൻ കഴിയും. ഏതെങ്കിലും മനുഷ്യനെ ചലിപ്പിക്കണമെങ്കിൽ അവനെ മനസ്സിലാക്കാനും അവനെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാനും ശ്രമിക്കുക, റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഡിഗ്നിറ്റി കൊടുത്ത് അവരോട് ഇടപെടുക. എല്ലാ മനുഷ്യരും രൂപാന്തരപ്പെടും, എല്ലാ മനുഷ്യരും ചലിച്ചു തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.